സ്പോർട് കേരള ന്യൂസ് എൻ്റെ നാട് എൻ്റെ വോട്ട്. നാം ഇപ്പോൾ ഉള്ളത് മൂടാടി പഞ്ചായത്തിലെ 2ാം വാർഡിലാണ്. 2ാം വാർഡിൽ നമ്മോടൊപ്പമുള്ള സ്ഥാനാർത്ഥി യുവ കവിയായിട്ടുള്ള അനസാണ്. അനസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. മൂടാടി പഞ്ചായത്തിലെ 2ാം വാർഡിലെ UDFന്റെ സ്ഥാനാർത്ഥിയാണ്. അനസായിടത്തിലാണ് ഞാൻ. തെരഞ്ഞെടുപ്പിന്റെ തകൃതിയായ പ്രചരണത്തിന്റെ ഇടയിലാണ്. മൂടാടി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം UDFന് എല്ലാവിധ മേൽക്കൈയുമുള്ള നീണ്ട 30 കാലത്തെ ഭരണവിരുദ്ധ വികാരങ്ങളെയൊക്കെ തന്നെ പ്രതിഫലിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. നിശ്ചയമായും UDF ഇത്തവണ മൂടാടി പഞ്ചായത്ത് പിടിച്ചെടുക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ദിനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഏണി അടയാളത്തിൽ വോട്ട് ചെയ്യണമെന്നും കൂടി അഭ്യർത്ഥിക്കുന്നു. മറ്റുള്ള തെരഞ്ഞെടുപ്പ് വാർഡിനേക്കാളൊക്കെ ഉപരിയായി തീർത്തും 100% വിജയപ്രതീക്ഷയുള്ള ഒരു വാർഡാണ് 2ാം വാർഡ്. കഴിഞ്ഞ തവണ 2ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 2ാം വാർഡ് കഴിഞ്ഞ തവണ UDFൻ്റെതാണ്. UDFന്റെ അതിനുശേഷമുള്ള വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് 2ാം വാർഡിന്റെ വലിയൊരു ഭാഗം മാറ്റി പുതിയൊരു മുൻപത്തെ 15ാം വാർഡിന്റെ ഭാഗമായിരുന്ന ഒരു ഭാഗം കൂടി കൂട്ടി പുതിയൊരു വാർഡായിട്ട് ക്രമീകരിച്ചിരിക്കുകയാണ് 2ാം വാർഡ്. അപ്പോൾ മൂടാടി പഞ്ചായത്ത് 2ാം വാർഡിലെ ഒരു പ്രവർത്തനത്തിൽ എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മൂടാടി പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനത മുന്നണിയുടെ ഭരണവൈകല്യങ്ങളും വികസന മുരടിപ്പുമാണ് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ 2ാം വാർഡ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2ാം വാർഡ് തീർത്തും അശാസ്ത്രീയമായി വാർഡ് വിഭജിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യപ്രദമായ ഇടങ്ങൾ നമ്മൾ നിർദ്ദേശിച്ചിട്ട് പോലും ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത, അതിൽ യാത്രാ സൗകര്യം വളരെ പ്രയാസപ്പെടുന്ന ഒരു മേഖലയാണ് ബൂത്ത് സജ്ജീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കുള്ള ശക്തമായ പ്രതിഷേധം ഈ വോട്ടെടുപ്പിൽ കൃത്യമായിട്ട് പ്രതിഫലിക്കും. മൂടാടി പഞ്ചായത്ത് 2ാം വാർഡ് നല്ല ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി വിജയിക്കും എന്നതിനാണ് പ്രതീക്ഷിക്കുന്നത്.